ഹലോ ഗായ്സ്, ഞാനിവിടെ ഇപ്പോൾ വന്നത് ഒരു ചക്കക്കുരുൻ്റെ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള, നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ് ചക്കക്കുരു കറി. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഇപ്പോൾ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ മാങ്ങയും ഇട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു ഒന്ന് നല്ലോണം കഴുകി മുറിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചക്കക്കുരു ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ മുറിച്ച് വെച്ച ചെറുതായിട്ട് മുറിച്ച് വെച്ചുകൊണ്ട് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുളിപ്പ് എല്ലാം വരുമ്പോൾ ചക്കക്കുരുവിൻ്റെ കൂടെ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് നല്ലോണം ഇളക്കി അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കിയിട്ട് ഇതൊന്ന് 2 വിസിൽ വരാൻ വേണ്ടിയിട്ട് കുക്കറിലൊക്കെ ഒന്ന് സ്റ്റൗ നമുക്കൊന്ന് കത്തിച്ച് ഇതിലേക്ക് വെക്കാം. ഇതൊന്ന് നല്ലോണം മാങ്ങയും കുരുവും കൂടി നല്ലോണം വെന്ത്, ഇപ്പോൾ ചക്കക്കുരു മാങ്ങ നല്ലോണം ഇതാ വെന്ത് ഞാനിതവിടെ സ്റ്റൗ ഓഫാക്കി കീച്ച് വെച്ചിട്ട് നല്ലോണം വെന്ത് വന്ന് ഇനി ഇപ്പം ഞാനൊരു ചീനച്ചട്ടി ഇതാ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ, കടുക് പൊട്ടുന്നുണ്ട്, ഇതായി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഈ മാങ്ങയും ഒഴിച്ച് കൊടുക്കാം. വെച്ചെടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മളിത് അരച്ച് വെച്ച ഈ തേങ്ങൻ്റെ കൂട്ടും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്നൊന്ന് പതച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. പിന്നെ ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിയാണെന്ന് നോക്കട്ടെ. ഉപ്പ് കുറവൊന്ന് ഉപ്പും ഇട്ട് ഇത്തിരിയും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കറി ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. നല്ലോണം തിളച്ച് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡിയായിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങ വെച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.